എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേര് ചോദിച്ച വീഡിയോ തന്നെയായിരുന്നു. കുറേ എന്ന് വെച്ചാൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ആ ബുള്ളറ്റ് ജേർണലിൻ്റെ വീഡിയോയിലാണ് എനിക്ക് കൂടുതൽ റിക്വസ്റ്റ് വന്നത്, നെയിൽ ഗ്രോത്ത് സീക്രറ്റ്. അപ്പോൾ എൻ്റെ നെഗ ഞാനൊന്നിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് എൻ്റെ നെക്കപ്പത്തെ ഒരവസ്ഥ. ഇത് ചെറുതായിട്ട് ഒന്നുകൂടെ നെഗത്തിൻ്റെ നീളമൊന്ന് കുറയ്ക്കാണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ ഒന്ന് വെട്ടിപ്പോയി. എന്താണെന്നറിയോ, സൈഡിൽ നിന്നൊക്കെ ഉരുകിപ്പോയില്ല, അതുപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൽക്കട്ടർ വെച്ചിട്ടൊന്ന് വെട്ടി ഷേപ്പാക്കിയിട്ടുണ്ട്. ഷേപ്പ് ഒന്നും ആക്കാറില്ല ഞാൻ, ചുമ്മാ അല്ല. കുറേ പേര് ചോദിച്ചത് ഫേക്ക് നെയിൽസ് ആണ്. അത് ഞാൻ കിട്ടും. കുറേ പേര് ചോദിച്ചത് ഫേക്ക് നെയിൽസ് ആണ്, നെയിൽ എക്സ്റ്റൻഷൻ ആണോ എന്ന്. വിസ്മയ അവള് മീഷോന്ന് ഫേക്ക് നെയിൽസ് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ. സത്യം പറയില്ല, ഇത് കണ്ടാൽ എന്നെ മനസ്സിലാവും ഒറിജിനലാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല, ആണോ? പറിച്ചത് എൻ്റെ ജീവൻ പോവും. എൻ്റെ ഒറിജിനൽ നെഗാണ്. അപ്പോൾ ആരും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ വിഷമിപ്പിക്കരുത്. എൻ്റെ ഒറിജിനൽ നെഗാണ്, കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തന്നെ നെഗം. സ്കൂളിൽ പോയി തുടങ്ങിയ വെട്ടിക്കളയണം. സ്കൂളിൽ പഠിക്കാൻ പോവാണെന്നൊക്കെ കേട്ടു. അപ്പം പിന്നെ എൻ്റെ നെയിൽ ഗ്രോത്ത് സീക്രട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. നമ്മൾ നഖം വളരാനായിട്ട് ക്യൂട്ടിപ്പിൾ ഓയിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നാരങ്ങ തേക്കുക, ഗാർലിക് തേക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഓവർ കെയർ ചെയ്യുമ്പോൾ ഭയങ്കര അഹങ്കാരം നമുക്ക് അവരുടെ നഖത്തിനുണ്ടാവും. ഈ നഖത്തിന് ഭയങ്കര അഹങ്കാരം വരും. അപ്പോൾ വളരെ നല്ല സ്ലോ ആവും. അതെനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യരുത്. ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതെന്നെ നല്ല ഉപയോഗമാണ് വളർത്താനായിട്ട്. പിന്നെ അതുപോലെ ഈ ക്യൂട്ടിപ്പിൾസ് ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഞാക്കി കാണിച്ചു തരാം. അത് നെയിൽ കട്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണം. ഞാൻ ക്യൂട്ടിപ്പിൾസും പുഷ് ചെയ്യാറില്ല. ജസ്റ്റ് എന്നും ക്ലീൻ ചെയ്യുക. എങ്ങനെ ക്ലീൻ ചെയ്യണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സ്ട്രാ കെയറിങ് കൊടുക്കരുത്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പിലൊക്കെ വെട്ടി കൊടുക്കാം. അവരെ മൈൻഡ് വെക്കരുത്. അതാണ് സത്യം. അവരെ മൈൻഡ് വെക്കരുത്. അപ്പം അതുപോലെയാണ് ഞാൻ ഇതുവരെ വളർത്തിയെടുത്തത്, വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ. പിന്നെ എന്തായാലും നെയിൽ ഗ്രോത്തിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ നെയിൽ പോളിഷ് കളക്ഷനും കൂടെ ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ബഡ്സ് എടുക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ കേട്ടോ, ഒരു ബഡ്സ് എടുക്കുക. അത്ര വലിയ വെട്ടിയൊന്നും വേണ്ട, ഒന്ന് എടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ നീക്കി വയ്ക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതുപോലത്തെ തന്നെ കാണിച്ചു. എന്നിട്ട് ഞാൻ ഇത് ഐടെക്സ് ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ്. ആസിഡിക് ഫ്രീ എന്നൊക്കെയാണ് കൊടുക്കുന്നത്. എനിവേ, അപ്പോൾ ഇതൊരു റിമൂവറാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ റിമൂവർ എല്ലാവരുടെയും ഉണ്ടാവും. ഇത് കുറച്ച് വലുതാണ്. ഇതിൻ്റെ കുഞ്ഞിതാണ് മേടിക്കാറ്. ഇതിൻ്റെ നടുവിൽ നമ്മൾ പപ്പടക്കോലുകൊണ്ട് ഇട്ട് ഉരുക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതുകൊണ്ടാണ് വൃത്തിയാക്കാറ്. അല്ലെങ്കിൽ ഒരു പീസ് തുണിയോ എന്തെങ്കിലും എടുക്കും, അല്ലെങ്കിൽ കോട്ടനാണ് എടുക്കാൻ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കും. സൈഡിൽ കൂടെ പൊളിച്ചു പോകും. കുറച്ച് മതിയേ. പക്ഷേ റിമൂവറിനെക്കാട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് വെള്ളമാണ്. വെള്ളത്തിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് നഴുക്കായിട്ടുണ്ട്. പിന്നെ ഇത് എന്താ, ലിപ്സ്റ്റിക് ആയതാണ്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം. വെള്ളത്തോണ്ടാക്കിയാലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചെളി കാണിക്കുന്നില്ല. ഏറ്റവും നല്ലത് വെള്ളമാണ്. റിമൂവർ ആകുമ്പോൾ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം, നമ്മൾ റിമൂവർ യൂസ് ചെയ്യാം അല്ലേ. ഡെയിലി ചെയ്യണത് ഇത് ഡെയിലി അതാണ് നല്ലത്. റിമൂവർ അത്ര നല്ലതല്ല. ഓ മൈ ഗോഡ്, എനിക്ക് ചെളി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ കളിയിൽ നിന്ന് ഓടി വന്നതാണ്. അപ്പം അതിൻ്റെ ചെറിയ മണ്ണിൻ്റെ പൊടിയുണ്ട്. ഞങ്ങളവിടെ ഊഞ്ഞാലൊക്കെ ആയി കളിച്ചിട്ട് വരിക. ഓക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ, കണ്ടോ? അപ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റിമൂവർ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ല ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ മറന്നുപോയി. അതാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തത്. നെയിൽ പോളിഷൊക്കെ ഇട്ടാൽ എന്തായാലും എന്തുകൊണ്ട് തന്നെയാണ് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ 2 നെയിൽ കട്ടേഴ്സാണിത്. ഒന്ന് ബ്ലൂവും ഒന്ന് പേർപ്പിളുമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം. ഇതൊരു വേറെ ടൈപ്പാണ്. ലുക്ക് തന്നെ വേറെയാണ്. പക്ഷെ ഇത് ഊരിക്കഴിഞ്ഞാൽ സാധാ പോലെയാവും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇത് നോർമലായിട്ട് ആക്കുക. എന്നിട്ട് ഈ നടുവിൽ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതും ഫയൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ ഫയൽ ചെയ്ത് കൊടുക്കാനൊക്കെ. പിന്നെ ഈ സംഭവത്തോണ്ട് ഇങ്ങനെ വലിയ പോലത്തെ അഴുക്കുകൾ വന്ന് എടുക്കില്ല, ചെളി അല്ലാതെ, അതൊക്കെ നമ്മൾക്ക് ഇതുകൊണ്ട് ഇങ്ങനെ എടുത്തു കളയാൻ പറ്റും. ഇത് ഈ ഉള്ളുവശത്തൊക്കെ ചെളി ഇപ്പോഴും നിൽക്കുന്നുണ്ട്.
കുഞ്ഞു കുഞ്ഞു പൊടി പോലെ അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം. മെല്ലെ ചെയ്യണം, അല്ലെങ്കിൽ അത് നല്ല വേന ഉണ്ടാവും. ആരും എടുത്തുണ്ടാവരുത്. എടുത്തിട്ടുണ്ടെങ്കിൽ തട്ടെഴുത് പറഞ്ഞാൽ അവർ തട്ടും. പ്രത്യേകിച്ച് എൻ്റെ ഉണ്ണികളെ എടുത്തിരുന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് പോയിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ ഉള്ളിലത്തെ ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ തനി രൂപം ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ഭംഗി പോയി. ഒരു സാധാ സംഭവമായി തീർന്നു. ഇത് അതിൻ്റെ ഒരു കേസാണ് കേട്ടോ. ഇത് കേരളയിൽ നിന്ന് മേടിച്ചതാണ് 55 റുപ്പീസിന്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വെട്ടാനാണ് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാനും ഇതുകൊണ്ട് വെട്ടി ഷേപ്പാക്കാനും. അപ്പോൾ ഇതാണ് എൻ്റെ നെയിൽ കട്ടേഴ്സും സാധനങ്ങളും. അപ്പോൾ നമ്മൾ നഖം വളർത്തിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമയോടുകൂടെ വളർത്തണം. 2 ദിവസം കൊണ്ട് 2 ആഴ്ച കൊണ്ടൊന്നും അത് വളർന്നെടുക്കില്ല. അത്യാവശ്യം ക്ഷമയോടുകൂടെ നമ്മൾ വളർത്തിയെടുക്കണം. അത് അഥവാ പെട്ടെന്ന് വളരണം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എക്സ്റ്റൻഷൻസ് മേടിക്കേണ്ടി വരും. നെയിൽ എക്സ്റ്റൻഷൻസ് അഥവാ ഫേക്ക് നെയിൽസ്. അത് മീഷോയിലൊക്കെ നോക്കിയാൽ കിട്ടും. ഒരു 150-200 ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ നല്ല ക്വാളിറ്റി ആവില്ല. ഒന്നാമത് നമ്മൾ ഈ ഫേക്ക് നെയിൽസ് കൈമ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ നഖത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ പോവും. പൊട്ട നഖമായി മാറും ഒറിജിനൽ. സോ ഒറിജിനലായിട്ട് വളർത്താണ് നല്ലത്. ഇനി ഞാൻ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. സോ ഇതൊരു അപ്പോൾ ഈ ഒരു ബോക്സിലാണ് എൻ്റെ നെയിൽ പോളിഷൊക്കെ വെക്കാറുള്ളത്. ഇത് പഴയ കുറേ ഒരു വർഷം പഴക്കമുള്ളൊരു ബോക്സാണ്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നെയിൽ പോളിഷാണുള്ളത്. ഒരുപാടൊന്നുമില്ല, എന്നാൽ ഭയങ്കര കുറച്ചല്ല. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളതാണ്. ഇത് കോട്ടൺ ബോൾസാണ്. ഇത് നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ എത്ര ഉള്ളത് കുറച്ചുള്ളത് കോട്ടൺ ബോൾസ്. അപ്പോൾ ഇതിൽ റിമൂവർ ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതേ 74 റുപ്പീസാണ് കുറച്ചുള്ളതിൽ. പിന്നെ ഇതേനെയാണ് നെയിൽ പോളിഷ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ കുഞ്ഞിതാണ്. ഇത് അച്ഛൻ മുമ്പ് വരുമ്പോൾ ഇത് പോയി കൊടുന്നായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം കട്ട പിടിച്ച് ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡായിരുന്നു. പിന്നെ കുറച്ച് ഈ ഒരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനത്തെ നമ്മളെല്ലാ കടകളിലും കിട്ടുന്ന ടൈപ്പ്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇതിന്. ഉണ്ടോ? അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒരു 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് അൽക്കാന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതൊരു ചാണകവച്ച പോലത്തെ ഒരു കളർ, സാപ്പ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീന്, പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പിങ്ക്, വൈറ്റ്, ഇതൊരു സിൽവർ പോലത്തെ ഒരു കളറ്, ബ്ലൂ ടിൻ്റൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 20 റുപ്പീസാണ് ഉണ്ടാവാറ്. ഇത് ഞങ്ങൾ സിൽക്ക് കേന്ദ്രയിൽ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ്. ഇത് കാണും 20 റുപ്പീസ് അവിടെ കാണുന്നുണ്ട്. ചില കടകളിൽ 15 രൂപയ്ക്ക് ഉണ്ടാവും, ചില കടയിൽ 20 റുപ്പീസിനുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുണ്ട്. പിന്നെ നല്ല ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ അടുത്ത് ഞാൻ പുതിയതായിട്ട് മേടിച്ചാണിത്, ഇൻസൈറ്റിൻ്റെയാണ്. ഇതും ഞാൻ സിൽക്ക് കേന്ദ്രയിൽ നിന്ന് മേടിച്ചാണ്. 53 റുപ്പീസാണ്. ഇത് അമ്മ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് കുറച്ച് തരിതരികൾ പോലത്തെ സംഭവങ്ങൾ അതിൽ കിടക്കണില്ലേ, ഇത് നമ്മളെ നഖത്തും വിടുമ്പോൾ ആ തരിതരികളും കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുറേ കളറുണ്ട് കേട്ടോ. യെല്ലോ ഉണ്ടായിരുന്നു, പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട്. ഇത് നന്നായിട്ട് വരും കേട്ടോ ഇടുമ്പോൾ ഈ ഒരു ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അറിയാത്ത ബ്രാൻഡും എല്ലാം ഇതുണ്ട്. ഇത് അച്ഛൻ ദുബായിൽ നിന്ന് വരുമ്പോൾ ഓർമ്മ തന്നെയാണ്, ഒരു ഗ്രേ കളറ്. ഇത് കുറേ വർഷം മുമ്പ് കൊടുക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് കട്ടയായിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലൂ ഹെവൻ്റെയാണ്. ഇതും ഒരു ഗ്രീൻ ബ്ലൂ കളറാണ്. ഇത് നല്ലതാണ്. ഇത് പക്ഷേ ഒരു തിരിക്കൊന്ന് കട്ടയായിട്ടുണ്ട്. ഇത് ചിന്തിച്ച് എനിക്കാണ് ഒരു നല്ല അടിപൊളി സ്കിൻ കളർ, ഫ്ലഷ് ടിൻ്റ് ഒക്കെ പോലത്തെ ഒരു കളറ് നെയിൽ പോളിഷാണ്. നല്ല അടിപൊളിയാണ്, നമ്മളെ കയ്യിൻ്റെ കളർ പോലെ ഉണ്ട്. പിന്നെ ഒരു ഗ്രേ ബ്ലാക്കും ഉണ്ട്. അതുപോലെ ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. ഞാൻ അത് മുമ്പേ ഇട്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഇപ്പം എൻ്റെ കൈയും പെടുന്നില്ല, എന്നാലും ഇപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഇട്ടുന്നില്ല. പിന്നെ ഇതൊരു ഗ്ലിറ്ററി ആയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ കൂടെ കുറച്ച് ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ ഇതില്ല, ഇപ്പോൾ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് അച്ഛൻ കുറേ വർഷം മുമ്പ് ദുബായിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇത് 45 റുപ്പീസിൻ്റെ ഒരു ഡാസ്ലറിൻ്റെയാണ്. ഒരു കുഞ്ഞിതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇത് വലുതിന് 20 റുപ്പീസിന്, ഇതിന് 45 റുപ്പീസാണ്. ഇത്രയും ചെറുതിന് കേട്ടോ. പക്ഷെ നല്ല ഷെയ്ഡാണ്. അപ്പോൾ അതാണ്, ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു നെയിൽ പോളിഷ് കളക്ഷൻ. ഇത് അമ്മയുടെ നെയിൽ പോളിഷസാണ്. ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്ലിറ്ററി ബ്ലൂ ഉണ്ട്. നല്ല അടിപൊളി നെയിൽ പോളിഷാണ്. പിന്നെ നല്ലൊരു പിങ്ക് മെറൂൺ കളറാണ്. ഇത് ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ. ഇതിന് 34 ആണ് റേറ്റ്. ഇതിന് 45 എന്തോ ആണ്. അപ്പോൾ ഇതൊരു റെഡ് കളറുമാണ്.
അപ്പോൾ ഇതാണ് അമ്മയുടെയും കൂടെ ആയിട്ടുള്ള നെയിൽ പോളിഷ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷനും അതുപോലെ എൻ്റെ നെയിൽ ഗ്രോത്ത് സീക്രട്ടും. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ഫേക്ക് അല്ല, ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ അങ്ങനെ നെയിൽ പോളിഷ് ഇടാറില്ല, ഇടയ്ക്ക് ഇടാറുള്ളൂ, ഭയങ്കര ഇടയ്ക്കായിട്ടാണ് ഇടാറ്. അതാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കാണിച്ചപ്പോഴത്തെ ഈ ഒരു ലൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് തന്നെയാണ് ഇടാറുള്ളൂ. ബ്ലാക്ക് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല ഇടുന്നത്. പിന്നെ കാര്യമൊന്നും പറയാല്ല, ഈ വരുന്ന ശനിയാഴ്ച 22 എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ക്രാഫ്റ്റ് വീഡിയോ പറ്റില്ല, പക്ഷെ വീഡിയോ ഇടാതിരിക്കൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, വല്ല ഷോർട്ട് വീഡിയോ, ഷോർട്ട് ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആരും വന്ന് കമൻറ്റ് ചെയ്ത് ക്രാഫ്റ്റ് ചാനലാണ്, ക്രാഫ്റ്റ് വീഡിയോ എന്തിടാത്ത അത് ഇതൊന്നും ആരും കമൻറ്റ് ചെയ്യണ്ട. എനിക്ക് എക്സാം ആയതുകൊണ്ടാണ്. എക്സാമിൻ്റെ വല്ല വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇടാം ഒരാഴ്ചത്തേക്ക്. എക്സാം കഴിയുന്നവരെ അങ്ങനെ തന്നെ ആവും. അത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വീണ്ടും ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങും. പിന്നെ കാര്യമൊന്നും പറയാൻ എന്ത് വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ബെല്ലോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.